ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഞാൻ സിനിമ ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തി. വീട്ടിൽ നിന്ന് പുറത്താകാതെ, കാരണം ഞാനൊരു 2 വർഷത്തോളം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്ക്രൂട്ടിങ് എല്ലാം കൂടെ ആയിട്ട് ഉസ്താദ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സിനിമയ്ക്ക് കയറി. ഉസ്താദ് 99 ഇറങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഏകദേശം 1.5 വർഷം അപ്പോൾ തന്നെ ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. അതിനു മുമ്പ് ആദ്യ സമയത്ത് ഈ ആദ്യത്തെ വേർഷൻ 82-ൽ ഒരു വർഷത്തോളം ഇതിൻ്റെ പുറകിലിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സമയം എൻ്റെ ജീവിതത്തിൻ്റെ കരിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയം ഞാൻ ഇതിനായിട്ട് മാറ്റിവെച്ചു. അത്രമാത്രം പ്രതീക്ഷയും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പുറകെ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത്, അല്ലേ? നമുക്ക് വിശ്വാസമില്ലാത്ത, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ നമ്മൾ അത്രമാത്രം സഞ്ചരിക്കാറില്ല. പക്ഷേ ഇത് ആ ഒരു വിശ്വാസത്തെയാണ് ഒരു ഉച്ച ഷോ കൊണ്ട്, ഒരു നൂൺ ഷോ കൊണ്ട് തകർന്നു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ തകർന്നു പോകുമല്ലോ. ആ തകർച്ച നിന്ന് കരകയറാൻ എനിക്ക് സമയമുള്ളൂ. 1 വർഷത്തോളം എടുത്തു ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ. സിനിമ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ പുറത്തൊന്നും പോകാറില്ല. ഞാൻ ചെയ്തതൊക്കെ നിരാകരിക്കപ്പെടും. നമ്മളൊരു ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യും, അത് പൂർണ്ണമായിട്ടും തള്ളപ്പെടുകയും ഇത് തെറ്റാണ്, ഇത് അംഗീകരിക്കപ്പെടുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകുമല്ലോ. അതിൽ നിന്നും പുറത്തു വരാൻ, അതോടൊപ്പം തന്നെ എന്നെ ബാധിച്ചൊരു കാര്യം സിയാദിനുണ്ടായ നഷ്ടങ്ങളാണ്. കാരണം എന്നെ വിശ്വസിച്ച ഒരു സിനിമയിലേക്ക് വന്ന ഒരാൾ, സിയാദാണ് ഈ കഥ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം വ്യത്യസ്തമായൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനകത്ത് താരങ്ങളോ അഭിനേതാക്കളോ ഒന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട, ഒരു കഥ കണ്ടെത്താം. നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു കഥ നമുക്ക് ചെയ്യാം. അതിനുമുമ്പ് ഞങ്ങൾ സമരൻ ബദ്രഹം ചെയ്തു. മോഹൻലാലും ജയറാമും സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ഒക്കെയുള്ള കളർഫുൾ താരനിബിഡമായ സിനിമ ചെയ്ത അടുത്ത പടത്തിൽ എൻ്റെ അടുത്ത് പറയുന്നത് കഥയാണ് നമ്മുടെ ഹീറോ. നമുക്കൊരു കഥ കണ്ടെത്തും, നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥ അന്വേഷിക്കുമോ. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ കഥ പോയി. ഞാൻ പറഞ്ഞു 18 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചൊരു കഥയുള്ളത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാമെന്ന് പറയുകയും ആ കഥ പഴയ ഫയൽ തപ്പിയെടുത്ത് സിയാദിനെ കേൾപ്പിക്കുകയും രഘു വരികയും അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ ചെയ്യാനായിട്ട്, ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾ വരുമ്പോൾ, മോഹൻലാലൊക്കെ പിന്നീട് വന്നു ചേർന്നതാണ്. അങ്ങനെ വന്ന ഒരു നിർമ്മാതാവിനെ ഇതിൻ്റെ മേക്കിങ്ങിനകത്ത് സാധാരണ സിനിമയെക്കാളും കോസ്റ്റ് വന്നൊരു സിനിമ. അന്നത്തെ കാലത്തെ സിനിമകളുടെ നിർമ്മാണത്തിൽ ഉണ്ടാകാവുന്ന ചിലവിന് മുകളിലാണ് ഇതിൻ്റെ ചിലവ് വന്നത്. പക്ഷേ അതൊക്കെ ഇതിനു വേണ്ടി നിന്നുകൊണ്ട് ചെയ്ത് വന്ന ഒരാൾ അവസാനം വലിയ ഒരു സെറ്റ് ബാക്ക് അയാൾക്ക് ഫൈനാൻഷ്യലി ഉണ്ടാകുകയാണ്. അയാൾ ഏറ്റവും സക്സസ്ഫുള്ളായി നിന്നൊരു പ്രൊഡ്യൂസർ പെട്ടെന്നൊരു ദിവസം തകർന്നു പോകുന്ന അവസ്ഥ, അതും എന്നെ ബാധിച്ചു. ഈ 2 കാര്യങ്ങൾ, സിനിമയെ പ്രേക്ഷകർ അംഗീകരിക്കാവുന്നതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്ന് ഇതിന് എന്നെ പൂർണ്ണമായിട്ടും പിന്തുണച്ച ഒരു നിർമ്മാതാവ് പൂർണ്ണമായിട്ടും സാമ്പത്തികമായൊരു തകർച്ചയിലേക്ക് പോകുന്നു, എന്നെ വല്ലാതെ ബാധിച്ചു. അവിടെ നിന്നും കരകയറാൻ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമാണ് ചെയ്തത്. 2001 അവസാനമൊക്കെയാണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ പലരും സിനിമ ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നിർമ്മാതാക്കളും ഒക്കെ. പക്ഷെ ഞാൻ ഒന്നിനും അങ്ങോട്ട് താല്പര്യം കാണിച്ചില്ല. അപ്പോഴാണ് ഒരു ദിവസം കലവൂർ രവികുമാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറയുന്നത്. കലവൂർ രവികുമാർ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ സാറേ ഒരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ രവി വന്ന് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ ശരി കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. രവി കഥ പറഞ്ഞപ്പോൾ ആ കഥയിലൊരു രസം തോന്നി. അത് അച്ഛനും മകനും തമ്മിൽ റോള് മാറുകയാണ്. അച്ഛൻ്റെ റോളിലേക്ക് മകനും അതൊരു രസകരമായൊരു തോട്ടാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഒരു ഹെവി പടമൊന്നുമില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ വലിയൊരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പടമൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതൊരു ലൈറ്റർ ഫീൽ ഗുഡ് മൂവി ചെയ്യാം എന്നുള്ളൊരു സാധ്യത വരികയും അതിനായിട്ടൊരു നിർമ്മാതാവ് വരികയും ചെയ്തപ്പോഴാണ്. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് അവർ തന്നെ പോയി കാണുകയും ദിലീപ് കഥ കേട്ട് ദിലീപും ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയ സാധനമൊക്കെ ചെയ്ത് ഒരു വലിയ ഹെവി ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമയൊന്നും ഇപ്പം ചെയ്യാൻ എന്നെക്കൊണ്ട് തൽക്കാലം ഞാൻ അതിനൊക്കെ അത്രമാത്രം എന്നെ തിരുവുകളായി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ചെയ്തൊരു സിനിമയാണ് ഇഷ്ടം. ഇന്നത്തെ കാലഘട്ടമാണ് ഈ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം, ഡയറക്ടറും കൂടെ ആണ് അല്ലേ? എന്തോരം പഴികളാണ് ഇപ്പോൾ കേൾക്കുന്നത്. സാറ ഒറ്റ സിനിമയ്ക്ക് അവിടെ ഏറ്റവും പോയിന്റ് ആ പ്രൊഡ്യൂസറിനെ സേവ് ചെയ്തിട്ടുള്ള മനസ്സാണ് ഞാൻ കണ്ടോട്ടെ. അത് ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി
അത് എന്താണെന്നറിയോ, നമ്മൾ സിനിമേനെ രണ്ട് രീതിയിൽ കാണണമെന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത് എപ്പോഴും. കാരണം ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, ഇതൊരു വ്യവസായമാണ്. വ്യവസായത്തിൻ്റെ നിലനിൽപ്പ് എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെയായിരിക്കും, അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ വേറൊരു സൈഡിൽ ഇതൊരു ആർട്ടും കൂടാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതൊരു പക്ഷേ ചിലപ്പോൾ കമേഴ്ഷ്യലി നമുക്ക് വയബിൾ ആവണമെന്നില്ല. നമ്മുടെ സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാം, അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആഘോഷിക്കുന്ന പല സിനിമകളും ആ സമയത്ത് ഫ്ലോപ്പായിരുന്നു, തിയേറ്ററിൽ ഒട്ടും വർക്കാവാത്ത സിനിമകളാണ്. പത്മനാഭൻ സാറിൻ്റെ സിനിമകളായാലും അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ പക്ഷേ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, ഒരു ജെന്യൂനിറ്റി ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ആസ്തറ്റിക്സ് വാല്യൂവിനും ആർട്ടിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കാലം നമുക്കതിന് അതൊരു പ്രതിഫലം തരും. അതൊരു പക്ഷേ ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പരാജയം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുമെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈദരാലി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ഡയറക്ടറായിട്ടൊരു സിനിമ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്രൊഡ്യൂസർ സേഫ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതെപ്പോഴും നമ്മുടെ ആദ്യത്തെ കൺസേൺ അതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോഴും ഷൈജും സമീറും ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. ഞാൻ ഷൈജുവിൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഷൈജു ഇത് തിയേറ്ററിൽ അത്ര വർക്ക് ചെയ്യുന്നൊരു സിനിമയല്ല, അപ്പോൾ ഷൈജു എനിക്ക് തന്ന ഉറപ്പെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇല്ലേ, നമുക്കിത് ബിസിനസ് ആക്കാൻ പറ്റും. ആ ഒരു ഉറപ്പാണ് നമുക്ക് ചില സിനിമകൾ ചെയ്യാൻ. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. ഇപ്പോൾ ദേവദൂതൻ ഇറങ്ങുന്ന ഒരു കാലത്ത് ഹൈദരാലിയുടെ ആദ്യത്തെ ചോദ്യം പോലെ ഇതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളോ അന്നങ്ങനെ കച്ചവടം അതിനു മുമ്പ് ഒരു ടേബിൾ പ്രോഫിറ്റ് ആക്കിയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു കാലത്തല്ല ദേവദൂതൻ ഇറങ്ങിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആർട്ടിസ്റ്റിക്കൽ വാല്യൂ, അതാണ് ആ സിനിമ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ സാറിന് കൊടുക്കുന്ന കോൺഫിഡൻസ്. അതുതന്നെയായിരുന്നു സാർ അന്ന് എടുത്ത പെയിനിന് പ്രേക്ഷകർ കൊടുക്കുന്ന ആ സ്നേഹവും. അത് വളരെ അപൂർവം സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കാറുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന സിനിമകൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കനാണ് സാർ എന്നുള്ളത് സത്യമാണ്. ദശരഥമായാലും ദശരഥമൊക്കെ അത് എനിക്ക് തോന്നുന്നത് അത് ഇനിയും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകൾ വളരെ അപൂർവമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനകത്തൊരു തപസ്സുണ്ട്. ഇപ്പോൾ ഈ 42 വർഷത്തെ ഒരു അതിനകത്ത് വരുന്നൊരു എസൻസ് അല്ലേ, ഒരു കലാകാരൻ്റെ അത്രയും കാലത്തെ ഒരു എന്താ പറയുക രൂപപ്പെടുത്തലുണ്ട് ആ സിനിമ. അപ്പോൾ അത് എന്നെങ്കിലുമൊക്കെ തിരിച്ചറിയും. അത് വീണ്ടും അതിന് പുനർവായന ഉണ്ടാവും. അതിനകത്തുള്ള എല്ലാ എഫേർട്ടും സാർ എന്തൊക്കെയാണോ അതിനകത്ത് ആഗ്രഹിച്ച് അത് കൃത്യമായിട്ട് റീഡ് ചെയ്യുന്ന പ്രേക്ഷകരും ഒരു കാലം ഉണ്ടാവും. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.